ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴായിട്ടും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവരാണ് കൂടുതലും. അതുപോലെ തന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്കൊരു അനുഭവം കിട്ടുന്നില്ല എന്നുള്ളതും വേറൊരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനോട് ശീലമാകും. തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് 7 ഘടകങ്ങൾ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പാപമോചനമാണ്. ഒരു ചെറിയ കാര്യം പോലും, ചെറിയ പാപം പോലും നമ്മളെ ദൈവത്തിൽ നിന്നും തടയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ? പ്രവർത്തികൾ എത്രത്തോളം അവരെ ദുഃഖിപ്പിക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. പാപം ഏറ്റുപറയുന്നതിലൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടാനുമായിട്ട് ഇത് വളരെയേറെ ഉപകാരമാണ്. രണ്ടാമതായിട്ട് ദിവസേനയുള്ള പ്രാർത്ഥനയാണ്. രാവിലെയും വൈകിട്ടും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയൊക്കെ കൂടുതലായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ട് സഹായിക്കുന്നു. നമുക്കറിയാം, പ്രാർത്ഥന കൃപയുടെ കവാടമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് കൃപകൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഏറ്റവും ചെറിയ ലളിതമായിട്ടുള്ള പ്രാർത്ഥന പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്നുമുണ്ട്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്. പരിശുദ്ധ അമ്മ കൃപയുടെ കവാടമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് മൂലം അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ അനുദിനം മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളിലും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ജപമാല വഴിയും ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെയാണ്. ഇത് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കൃപകൾ ചൊരിയപ്പെടാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കാൻ മറന്നു പോകരുത്. നാലാമതായിട്ട് ദൈവവചനം ധ്യാനിക്കുന്നതാണ്. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇതുവഴി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സംഗ്രഹിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം പോരാ, അത് അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രത്യേക ഏതെങ്കിലും സാഹചര്യങ്ങളിലോ ഏതെങ്കിലും സംയോജിത ഇടപെടലുകളിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനായിട്ട് മറക്കുകയും ചെയ്യരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെടുവാനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മൾ കാണുവാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നു. അഞ്ചാമതായിട്ട് പരിശുദ്ധ കുർബാനയാണ്. ദിവ്യബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ വളരെയധികം ആത്മാർത്ഥതയോടും പാപമോചനത്തോടും കൂടി വേണം, സത്യസന്ധതയോടും കൂടി അത് പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതിനെ വളരെ തീഷ്ണതയോടുകൂടി സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മെ പൂർണ്ണമായിട്ടും ദൈവസ്നേഹത്തിൽ നിറയ്ക്കുകയും ദൈവത്തിലേക്ക് കൂടുതൽ നമ്മളെ അടുപ്പിക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ഘടകം സ്നേഹവും കാരുണ്യവും ക്ഷമയുമാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഘടകങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ നിൽക്കുന്ന എതിരാളിയെപ്പോലും സ്നേഹം കൊണ്ട് നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനായിട്ട് പരിശ്രമിക്കുമല്ലോ. ഓർക്കുക, ദൈവം തന്നെ സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹത്തിൽ വസിക്കുന്ന ഒരാളിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവനിൽ ദൈവം തന്നെ വസിക്കുന്നുണ്ട്.
ആറാമത്തെ ഘടകം ഉപവാസവും നിരാഹാരവും പ്രാർത്ഥനയുമാണ്. ഇത് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നു. ശരീരവും മനസ്സും വിശുദ്ധീകരിച്ച് ദൈവത്തോട് അധികമായി അടുത്ത് നിൽക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഉപവാസം, നിരാഹാരം, പ്രായശ്ചിത്തം. ഇവ 3 നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം കൂട്ടാനായിട്ട് സഹായിക്കുന്നു. 8 പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതം നയിക്കണമേ. 8ാമതായിട്ട് പരിശുദ്ധാത്മാവിനോടുള്ള ആത്മബന്ധമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഡെയിലി നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ദൈവസ്നേഹത്തിൽ നിറയപ്പെടാനും ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാനും നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തെ പോലെ തന്നെ ആയി മാറ്റുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ എടുത്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഫലങ്ങൾ നമ്മളിലുണ്ടോ എന്നും അത് നമ്മെ ദൈവസ്നേഹത്തിലേക്ക് എത്രത്തോളം അടുപ്പിച്ചു എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവഫലങ്ങൾ നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ നയിക്കുന്നത് അരൂപിയായ പരിശുദ്ധാത്മാവല്ല, മറ്റേതോ അരൂപിയാണെന്ന് നിങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 7 ഘടകങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അധികമായിട്ട് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള 7 ഘടകങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇതിലൂടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.